Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് സ്കൈ ആണ്. അതായത് ആകാശ വിസ്മയങ്ങൾ. നിങ്ങൾ സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ടോ? സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് കുട്ടികളോട് പഴമക്കാർ പറയാറുണ്ട്, കുട്ടികളെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട്. ഇല്ലേ? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് സൂര്യഗ്രഹണം നേരിട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ഇത് ഒഴിവാക്കാനാണ് അവർ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അതായത് സൂര്യനും ഭൂമിക്കും ഇടയിൽ നേർരേഖയിൽ വരുന്ന അമ്പിളിമാമൻ സൂര്യനെ കുറച്ച് നേരത്തേക്ക് മറയ്ക്കും. അങ്ങനെയാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ ഒത്തുചേരുന്ന കറുത്ത വാവ് ദിവസമാണ് സൂര്യഗ്രഹണം ഉണ്ടാവുക. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, നിഴലുകൾ, നിഴൽ ചിത്രങ്ങൾ എന്നിവയുടെയൊക്കെ പിറകിലെ ശാസ്ത്ര രഹസ്യങ്ങൾ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരു ഒപ്പാക്കായിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ലൈറ്റൊന്നും കടത്തി വിടാത്തൊരു ഒബ്ജക്റ്റാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഇതിൽ കണ്ടില്ലേ? അതായത് ഈ ഗ്ലാസിൻ്റെ ഇതിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ ഇതിൽ കണ്ടില്ലേ ഒപ്പാക്ക് ഒബ്ജക്റ്റ്? അപ്പോൾ ഇതാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടത്തി വിടാത്തൊരു വസ്തുക്കളാണ് ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒപ്പാക്ക് ഒബ്ജക്ട്സിൽ കൂടെ ഒരു ലൈറ്റ് പതിക്കുകയാണ്. ഒബ്ജക്റ്റിൽ ഒരു ലൈറ്റ് പതിക്കുകയാണെങ്കിൽ ഒരു അധാര്യ വസ്തു എന്നാണ് മലയാളത്തിൽ. അപ്പോൾ ഈ അധാര്യ വസ്തു അല്ലെങ്കിൽ ഒപ്പാക്ക് ബോഡിയിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നിഴലുണ്ടാവുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നാണ് പറയുന്നത്, അല്ലേ? ഒരു വസ്തുവിൽ എന്ത് പതിക്കുമ്പോൾ, ലൈറ്റ് പതിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പാക്ക് ബോഡിയിൽ ലൈറ്റ് പതിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷാഡോ ഉണ്ടാകുന്നത് എവിടെയാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷാഡോ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നല്ല ഈ മരത്തിൻ്റെ ഇടയിലൂടെ സൂര്യപ്രകാശം വരുമല്ലോ. അപ്പോൾ മരത്തിൻ്റെ നിഴലുകൾ എവിടെയാണ് കാണുന്നത്? വെസ്റ്റ് സൈഡിലാണ് കാണുന്നത്, അല്ലേ? അതായത് സൂര്യൻ കിഴക്കായിരിക്കണ സമയത്ത്, കിഴക്കുദിക്കുമ്പോൾ വരുന്ന പ്രകാശരശ്മികൾ മരത്തിൻ്റെ ഇതിൽ തട്ടുമ്പോൾ അതിൻ്റെ നിഴൽ അല്ലെങ്കിൽ അതിൻ്റെ ഷാഡോ കാണുന്നത് എവിടെയാണ്? പടിഞ്ഞാറ് ദിശയിലാണ്, വെസ്റ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്, അല്ലേ? എന്നാൽ ഈവനിങ് സമയത്ത് വൈകുന്നേരങ്ങളിൽ നിഴലിൻ്റെ ദിശ എവിടെയായിരിക്കും? കിഴക്ക് ദിശയിലായിരിക്കും. അസ്തമിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറാണ്, അല്ലേ അസ്തമിക്കുന്നത്. അപ്പോൾ അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ്റെ രശ്മികൾ മരത്തിൽ പതിക്കുമ്പോൾ മരത്തിൻ്റെ നിഴൽ എവിടെയാണ് കാണുന്നത്? കിഴക്ക് ദിശയിലായിരിക്കും കാണുന്നത്. ഈ സമയത്തൊക്കെ, അതായത് രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളാണെങ്കിലും ഒക്കെ ഈ നിഴലിൻ്റെ നീളം കൂടുതലായിരിക്കും, അല്ലേ? അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല നീളത്തിലാവും കിടക്കുന്നുണ്ടാവും. എന്നാൽ ഉച്ച സമയത്ത് മരത്തിൻ്റെ നേരെ താഴെയായിരിക്കും നിഴൽ കാണുക, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലേ? അതായത് മരത്തിൻ്റെ താഴെയായിരിക്കും നിഴലുണ്ടായിരിക്കും. ആ നിഴലിന് എന്തായിരിക്കും? നീളം ഉണ്ടാവില്ല. നീളമില്ലാത്ത നിഴലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? the shadows are just below them, അല്ലേ? അടിയിലായിരിക്കും, മരത്തിൻ്റെ അടിയിലായിരിക്കും എൻ്റെ നിഴൽ കാണുന്നത്. the shadow will become shorter. ആ ഷാഡോ അല്ലെങ്കിൽ ആ നിഴൽ എന്തായിരിക്കും? ചെറുതായിരിക്കും, നീളം കുറഞ്ഞതായിരിക്കും. the shape of shadow of some objects changes as changing the position of the light source. അതായത് നമ്മൾ ചില വസ്തുക്കളിൽ പ്രകാശം പതിക്കുന്നതിൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് നിഴലിൻ്റെ ആകൃതി മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം മാറിയിട്ടാണ്, വേറെ സ്ഥാനത്ത് പതിക്കുമ്പോൾ അതിൻ്റെ നിഴലിൻ്റെ ആകൃതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്ര മനസ്സിലായില്ലേ? അപ്പം നിഴലും അതേപോലെ തന്നെ വെളിച്ചവും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലായില്ലേ? ഷാഡോ ആൻഡ് ലൈറ്റ്. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസാണ് പെന്ന്, ബോള്, ഗ്ലാസ് പീസ്, പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ എടുക്കാം. ഈ മെറ്റീരിയൽസിലേക്ക് നമ്മൾ ലൈറ്റ്
ഇൻസിഡൻറ്റ് ചെയ്യിക്കുക, ലൈറ്റ് പതിപ്പിക്കുക. ലൈറ്റ് പതിപ്പിക്കുമ്പോൾ ഡിഫറെൻറ്റ് ആംഗിൾസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പോട്ട്സിൽ ലൈറ്റ് പതിപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളിതിൽ ഒബ്സർവേഷനായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഒരെണ്ണപ്പെടുത്താണ്, പെണ്ണെടുക്കുമ്പോൾ അതിലേക്ക് ലൈറ്റ് പതിപ്പിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഫിഗറിൽ കാണിക്കണ പോലെ ഓരോ പൊസിഷനായിട്ട് പിടിച്ചിട്ട് ലൈറ്റ് പതിപ്പിക്കുക. അപ്പോൾ എന്താണ് അതിൽ ഉണ്ടാവുന്നത്, നിഴലിൻ്റെ അവസ്ഥയാണ് ഉണ്ടാവുന്നത്, നിഴലിന് എന്താണ് മാറ്റുണ്ടാവുന്നത്? ദ ഷേപ്പ് ചേഞ്ചസ്, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ. പെന്നിൻ്റെ ഷേപ്പ് ഓഫ് ദി ഷാഡോ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ചേഞ്ചസ് ആണ്. പല ആംഗിളിലും പിടിക്കുമ്പോഴും ഷേപ്പ് ചേഞ്ചസ് ആണ്. ഫുട്ബോൾ ആണെങ്കിലോ ദ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്, ബിക്കോസ് എന്താണ്, അതൊരു ഉരുണ്ട ഒരേ ആകൃതിയാണല്ലേ, അല്ലെങ്കിൽ ഒരു വൃത്താകൃതി അല്ലെങ്കിൽ സർക്കിളായിട്ടുള്ളൊരു സ്പെറിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഫുട്ബോളിൽ എന്താണ് ഷേപ്പ് ഓഫ് ദി ഷാഡോ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. ഓക്കെ, ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു എന്ത് വസ്തുവാണ്? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണല്ലേ. നോ ഷാഡോ ഈസ് ഫോംഡ്, അതായത് ലൈറ്റ് കടന്നു പോകുന്നൊരു ഇതാണ്. സോ ഷാഡോ ഒന്നും അതിൽ ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണെങ്കിൽ ദ ഷേപ്പ് ഓഫ് ദി ഷാഡോ ചേഞ്ചസ്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണെങ്കിൽ എന്താണ് ഷേപ്പ് ഓഫ് ദി ഷാഡോ ചേഞ്ചസ്. അതുപോലെ തന്നെ ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോൾ, ഒബ്സർവേഷൻ ടേബിൾ, ഇതുപോലെ കുറേ മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ലൈറ്റ് ഡിഫറെൻറ്റ് സ്പോട്ടിൽ കൂടെ അടിച്ച് ഇൻസിഡൻറ്റ് ചെയ്യിച്ചിട്ട് നിങ്ങൾ എന്താണ് ഷാഡോവിൻ്റെ ഷേപ്പിൽ ഉണ്ടാവുന്നതെന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ഒബ്ജക്ട്സിൽ കൂടെ നമുക്ക് ഷേപ്പ് ഓഫ് ദി ഷാഡോ ഇതിനൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഏതിനാണ് ചേഞ്ച് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഏതിലാണ് ഷാഡോ ഒന്നും ഫോം ചെയ്യാത്തത് എന്നൊക്കെ ഉള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തതിൽ നിന്നും നമുക്ക് എന്താ ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുന്നത്? അതായത് എല്ലാ അതാര്യ വസ്തുക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ഒപാക്ക് ഒബ്ജക്റ്റുകൾക്കും നിഴലുണ്ട്. ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതായത് ലൈറ്റ് കടത്തിവിടാത്തത്. ഓക്കെ, അപ്പോൾ എല്ലാ അതാര്യ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ ഒപാക്ക് ഒബ്ജക്റ്റിനും നിഴലുണ്ട്, ഷാഡോ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും എന്ത് രൂപപ്പെടുന്നത്? നിഴൽ രൂപപ്പെടുന്നത്. പ്രകാശ സ്രോതസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് എവിടെയാണ് പതിക്കുന്നത് അതിൻ്റെ എതിർദിശയിലായിരിക്കും എന്ത് രൂപപ്പെടുന്നത്? ഷാഡോ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഗോളാകൃതിയിലുള്ള അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിലുള്ള വസ്തുക്കൾക്ക് മാത്രം എപ്പോഴും എന്ത് നിഴലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ എന്ത് ഷാഡോ ആയിരിക്കും ഉണ്ടാവുക? വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലുള്ള ഷാഡോ ആയിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഓൾ ഒപാക്ക് ഒബ്ജക്ട്സ് ഫോം ഷാഡോസ്. ഷാഡോ ഫോംസ് ഇൻ ദ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി സോഴ്സ് ഓഫ് ദി ലൈറ്റ്. എല്ലാ ഒപാക്ക് ഒബ്ജക്റ്റിനും ഷാഡോ ഉണ്ട്. ഷാഡോ ഫോം ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ എവിടെ നിന്നാണ് ലൈറ്റ് പതിപ്പിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അതിൻ്റെ ഷാഡോ ഫോം ചെയ്യുന്നത്. ഓൺലി സ്പെറിക്കൽ ഒബ്ജക്റ്റ് ഓൾവേസ് ഫോം സർക്കുലർ ഷാഡോ. സ്പെറിക്കൽ ഒബ്ജക്റ്റിന് മാത്രമാണ് എന്താ സർക്കുലർ ഷേപ്പിലുള്ള ഷാഡോ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദ ഷാഡോ ഓഫ് ദി സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആകാശഗോളങ്ങളുടെ നിഴൽ. ഇപ്പോൾ നമ്മളുടെ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോഴുള്ള നിഴൽ കാര്യങ്ങൾ അതിൻ്റെ എല്ലാം നമ്മൾ പഠിച്ചു ഇല്ലേ? ഇനി നമ്മുടെ ആകാശഗോളങ്ങൾ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ്, അതിലൊക്കെ പ്രകാശം പതിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് എന്ന് പറയുന്ന ഏതൊക്കെയാണ്? എർത്ത്, മൂണ്, അല്ലെങ്കിൽ അത് സെലസ്റ്റിയൽ ബോഡീസ്, ഇപ്പം എല്ലാ ഗ്രഹങ്ങളെയും നമുക്ക് അങ്ങനെ പെടുത്താം. അപ്പോൾ അതൊക്കെ എന്താണ്? ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ്. എർത്ത്, മൂണ് എല്ലാം ഇന്ന് സെലസ്റ്റിയൽ സ്ഫിയേഴ്സൊക്കെ എന്താണ്? ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ ദ സൺ ഈ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് വെരി ലാർജ് ആൻഡ് ദാറ്റ് ദ എർത്ത് ഈസ് റിലേറ്റീവ്ലി സ്മോൾ സൈസ്. സണ്ണും എർത്തും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ സൂര്യനെ അപേക്ഷിച്ച് ഭൂമിയുടെ വലിപ്പം എന്താണ്, അല്ലെങ്കിൽ സണ്ണിനെ അപേക്ഷിച്ച് നമ്മുടെ എർത്തിൻ്റെ വലിപ്പം വളരെ കുറവാണല്ലേ. അപ്പോൾ സൂര്യപ്രകാശം പതിക്കുന്നത് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഭൂമി എർത്ത് ഒരു അധാര്യ വസ്തുവാണ് അല്ലേ, ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിലെന്തായാലും എന്താ രൂപപ്പെടും? സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ എന്തായാലും എന്തുണ്ടാവും? ഷാഡോ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സൂര്യൻ
സൂര്യരശ്മി പതിക്കുന്നതിൻ്റെ എതിർദിശയിലായിരിക്കും ഭൂമിയിൽ എപ്പോഴും ഇതുപോലെ തന്നെ അല്ലേ. എവിടെയാണോ സൂര്യപ്രകാശം അല്ലെങ്കിൽ എവിടെയാണോ പ്രകാശം പതിക്കുന്നത് അതിൻ്റെ എതിർദിശയിലായിരിക്കും അതിൻ്റെ ഷാഡോ രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ സൂര്യൻ്റെ എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അല്ലേ. ഓക്കെ, അതിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ദ സൺലൈറ്റ് റീച്ചിങ് ദ എർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകാശരശ്മി പതിക്കുമ്പോൾ അതിൻ്റെ നിഴൽ രൂപപ്പെടുന്നത് ഭൂമിയുടെ എതിർദിശയിലാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടില്ലേ, ഒരു ഒന്ന് അടയാളപ്പെടുത്തിയതോടെ അതൊരു ഷേപ്പ് കണ്ടില്ലേ, ഒരു കോൺ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എർത്തിൽ ഭൂമിയിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ സൂര്യപ്രകാശം ഏത് ദിശയിലടിക്കണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഭൂമിയുടെ എതിർദിശയിലായിരിക്കും എന്തുണ്ടാവുന്ന നിഴൽ രൂപപ്പെടുന്നത്. സൂര്യൻ്റെ എതിർദിശയിലായിരിക്കും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അപ്പോൾ അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അതായത് ആകാശഗോളങ്ങളുടെ വലിപ്പം അനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആകാശഗോളങ്ങളുടെ വലിപ്പം എത്ര വലിപ്പമാണ് അതിൻ്റെ നിഴലുകളുടെ വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ വലിപ്പം കുറവായതിനാൽ അതിൻ്റെ നിഴലും എന്തായിരിക്കും, ചെറുതായിരിക്കും. ഭൂമിയിലും ചന്ദ്രനിലുമൊക്കെ സൂര്യപ്രകാശം പതിയുന്ന ഭാഗത്ത് ആ സമയം പകലും, നിഴലുണ്ടാവുന്ന ഭാഗത്ത് ആ സമയം രാത്രിയുമായിരിക്കും. ഇപ്പം മനസ്സിലായോ എന്താണ് എങ്ങനെ നിഴൽ രൂപപ്പെടുന്നത്, എങ്ങനെയായിട്ടാണ് നമ്മുടെ അവിടെ രാത്രിയും പകലൊക്കെ ഉണ്ടാവണേന്ന് ഇപ്പോൾ മനസ്സിലായോ? അതായത് സൂര്യപ്രകാശം എവിടെ ഭൂമിയിൽ ഏത് ഭാഗത്ത് പതിക്കുന്നു അതിൻ്റെ എതിർദിശയിലായിരിക്കും എന്തുണ്ടാവുന്നത്, നിഴലുണ്ടായിരിക്കുക. അപ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് രാവിലെയും പകലും, അതുപോലെ തന്നെ നിഴലുണ്ടാകുന്ന ഭാഗത്ത് എന്താണ്, രാത്രിയുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചിത്രം കണ്ടില്ലേ. അപ്പോൾ ഓരോ സെലസ്റ്റിയൽ ഒബ്ജക്റ്റിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് ആയിരിക്കും അതിൻ്റെ നിഴലിൻ്റെ സൈസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ദ സൈസ് ഓഫ് ദി ഷാഡോസ് വാരീസ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദി സെലസ്റ്റിയൽ ബോഡീസ്. ഓക്കെ, ഇൻ ദ സെലസ്റ്റിയൽ സ്പിയർ ഇറ്റ് ഈസ് എ ഡേ വേർ ദ ലൈറ്റ് ഫോൾസ് ആൻഡ് ദ നൈറ്റ് വേർ ദ ഷാഡോ ഈസ് ഫോംഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് ഭൂമിയും ചന്ദ്രനും ഒക്കെ എന്താണ്, അതായത് നമ്മുടെ എർത്തും മൂണും ഒക്കെ ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആയതിനാൽ സൂര്യൻ്റെ വെളിച്ചം, സൂര്യപ്രകാശത്തിൽ അതിൻ്റെ നിഴലുകൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായല്ലോ, അത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സൂര്യനെ അപേക്ഷിച്ചിട്ട് ഭൂമിക്ക് വലിപ്പം വളരെ കുറവാണ്. സോ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എന്താണ്, അതിൻ്റെ നിഴൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഭൂമി ഒരു അതാര്യ വസ്തുവായതിനാൽ നിഴൽ രൂപപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. സൂര്യന് എതിർദിശയിലായിരിക്കും ഭൂമിയുടെ നിഴൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അകലേക്ക് പോകുന്തോറും എന്താണ്, ഭൂമിയുടെ നിഴൽ ചെറുതായി വരും, ചെറുതായിട്ട് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആകാശഗോളങ്ങളുടെ വലിപ്പം അനുസരിച്ചിട്ട് അവയുടെ നിഴലിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ ഷാഡോസിൻ്റെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ വലിപ്പം കുറവായതിനാൽ ചന്ദ്രൻ്റെ നിഴലിൻ്റെ വലിപ്പം കുറവായിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ ഭൂമിയിലും ചന്ദ്രനിലൊക്കെ സൂര്യപ്രകാശം പതിയുന്ന ഭാഗത്ത് ആ സമയം എന്തായിരിക്കും, പകലായിരിക്കും ഉണ്ടാവുന്നത്. നിഴലുണ്ടാകുന്ന ഭാഗത്ത് ആ സമയം എന്തായിരിക്കും, രാത്രിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ഭാഗമാണ് മൂൺ ഇൻ എർത്ത് ഷാഡോ എന്ന് പറയുന്നത്, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ ഇത് ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന ഒരു ഗോളാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് അല്ലേ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന അല്ലെങ്കിൽ പരിക്രമണം ചെയ്യുന്ന ഒരു ഗോളാണ്. അപ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന സമയത്ത് ഭൂമിയുടെ നിഴൽ എന്തായിരിക്കും, ചന്ദ്രനിൽ പതിക്കുന്നുണ്ടാവും ഇല്ലേ, എന്തായാലും പതിക്കുന്നുണ്ടാവും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചിത്രം നോക്കുകയാണെങ്കിൽ ദ മൂൺ കംസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്. മൂൺ എവിടെ വരികയാണെങ്കിൽ മൂണ് സണ്ണിൻ്റെ എർത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ വരികയാണെങ്കിലുള്ളൊരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ബി എന്ന ചിത്രത്തിൽ ദ എർത്ത് കംസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ.
എർത്ത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബി എന്ന് പറഞ്ഞ് ചിത്രം എടുക്കുക. ഓക്കെ, ബി എന്ന് പറഞ്ഞ് ചിത്രം എടുക്കുക. അതിൽ സണ്ണിൻ്റെയും മൂണിൻ്റെയും സെൻറ്ററിലായിട്ടാണ്, ഇൻ ബിറ്റ്വീനായിട്ടാണ് എന്ത് വരുന്നത്, എർത്ത് വരുന്നത്. സോ സണ്ണിൽ നിന്ന് പ്രകാശരശ്മി ഭൂമിയിലടിക്കുമ്പോൾ ഭൂമിയുടെ നേരിൽ അത് സണ്ണിൻ്റെ എതിർദിശയിലായിരിക്കും, അതായത് മൂണിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവുന്നത്. സോ അതിൻ്റെ ഒരു ചിത്രീകരണം ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മൂൺസ് ഓർബിറ്റ് കൊടുത്തിട്ടുണ്ട്, ദ എർത്ത് അവിടെ ഭൂമിയുടെ നിഴലുണ്ടാവുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ BCD എന്ന് പറഞ്ഞ ഭാഗത്ത് ആണ് നിഴലുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഷാഡോ ഉണ്ടാവുന്ന ഒരു ഭാഗം, മൂണിലേക്ക് ഭൂമിയുടെ ഷാഡോ അടിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സ്ഥലത്ത്, അതായത് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ പരിക്രമണ പാതയിലെ സ്ഥാനങ്ങളാണ് BCD എന്ന് പറയുന്നത്. ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ചന്ദ്രൻ. അതിൽ ആ പരിക്രമണ പാതയിലെ കുറച്ച് 2-3 സ്ഥാനങ്ങളാണ് BCD എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ചിത്രത്തിലെ BD എന്ന് പറഞ്ഞ സ്ഥാനങ്ങൾ ചന്ദ്രനുള്ള രാത്രിയിൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനെ കാണാൻ കഴിയും. BD എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഭൂമിയുടെ നിഴൽ നേരിട്ട് പതിക്കുന്നില്ല, ഇല്ലല്ലോ. BD എന്ന് പറഞ്ഞ സ്ഥാനങ്ങൾ ഭൂമിയുടെ നിഴൽ നേരിട്ട് പതിക്കുന്നില്ല. സോ അപ്പോൾ നമുക്ക് രാത്രിയിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ കഴിയും. അവിടെ നിന്ന് പുറത്ത് വന്ന് Dയിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോൾ BD എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുമെന്ന് മനസ്സിലായി. എന്നാൽ ചന്ദ്രൻ C എന്ന ഭാഗത്ത് പ്രവേശിക്കുമ്പോൾ എന്തുണ്ടാവുക, അവിടെ കാണാൻ കഴിയില്ല. C കഴിഞ്ഞിട്ട് Dയിലേക്ക് വരുമ്പോഴാണ്, C കഴിഞ്ഞിട്ട് Dയിലേക്ക് എത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമുക്ക് വീണ്ടും അവിടെ നിന്ന് പുറത്തു വന്ന് Dയിലേക്ക് എത്തുന്നത് വരെ അന്നേ ദിവസം അത്ര സമയം ചന്ദ്രനെ കാണാൻ നമുക്ക് കഴിയില്ല. മനസ്സിലായോ? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ BCD അങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് BD എന്ന് പറഞ്ഞ സ്ഥലത്ത് Bയിലും Dയിലും ചന്ദ്രനെ കാണാൻ കഴിയും. അതായത് രാത്രിയിൽ ഭൂമിയിൽ നിന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയും. കാരണം ഭൂമിയുടെ നിഴൽ നേരിട്ട് പതിക്കുന്നില്ല അവിടെ, കണ്ടോ. എന്നാൽ Cയിലെത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയത്തേക്ക് അന്നേ ദിവസം അത്രയും സമയം, അതായത് Dയിലേക്ക് എത്തണ വരെ, Cയിൽ നിന്ന് Dയിലേക്ക് എത്തണ വരെ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. കാരണം ഭൂമിയുടെ നിഴൽ നേരിട്ട് ചന്ദ്രനിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാൻ കഴിയില്ല. ആ ഒരു സമയത്തെയാണ് പറയുന്നത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ നിഴലിൽ അകപ്പെട്ട് ചന്ദ്രനെ കാണാതെ ആവുന്ന ഒരു സമയത്തെയാണ് പറയുന്നത്, ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ ഇതേ ക്രമത്തിൽ നേർരേഖയിൽ വരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ പറയാം, നമ്മുടെ ചന്ദ്രൻ, അതായത് മൂൺ എന്ന് പറയുന്നത് ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഗോളാണ്. അതപ്പം അങ്ങനെ BCD എന്ന് പറയുന്ന ഇതിലേക്കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓർബിറ്റിൽ കൂടെ ചുറ്റിക്കറങ്ങാണ്, മൂൺസ് ഓർബിറ്റിൽ കൂടെ മൂണിങ്ങനെ ചുറ്റിക്കറങ്ങാണ്. ആ സമയത്ത് നമ്മുടെ സൂര്യൻ്റെ പ്രകാശരശ്മി എർത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ നിഴൽ നേരിട്ട് വരുന്നൊരു ഭാഗമുണ്ട് C എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ മൂണിനെ ഭൂമിയുടെ നിഴലിൽ ഒന്ന് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഭൂമിയുടെ നിഴലിൽ ഇങ്ങനെ മറയ്ക്കണ സമയത്ത് നമുക്ക് ആ നിഴൽ മറയ്ക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തെ കാണാൻ പറ്റും? ഇല്ല. അപ്പോൾ ചന്ദ്രനെ മുഴുവനായിട്ട് മറച്ചു. കാരണം ചന്ദ്രൻ ചെറുതുമാണ്, പിന്നെ ഭൂമിയുടെ നിഴൽ വരുമ്പോൾ ആ ഒരു ചന്ദ്രൻ്റെ വലുപ്പത്തിലേക്ക് ഫുള്ളായിട്ട് ചന്ദ്രനെ മറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. സോ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ല Cയിലെത്തുമ്പോൾ. എന്നാൽ C to Dയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ Bയിലെത്തുന്ന സമയത്തായെങ്കിലും നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയും. രാത്രിയിൽ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാൻ കഴിയും. മനസ്സിലായോ? Bയിൽ നിന്ന് Cയിലേക്ക് പ്രവേശിക്കുമ്പോൾ, Cയിലെത്തുമ്പോൾ ഭൂമിയുടെ നിഴൽ നേരിട്ട് പതിക്കുകയാണ്, ചന്ദ്രനെ മൂടിക്കളയാണ്. അപ്പോൾ നമുക്ക് ചന്ദ്രനെ അല്ലെങ്കിൽ മൂണിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു സമയം, അതായത്
സണ്ണും മൂണും അതുപോലെ തന്നെ സണ്ണും എർത്തും മൂണും ഈ ഒരു ദിശയിൽ നേർരേഖയിൽ വരുന്ന ഒരു സമയമാണ് എന്ത്, നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയാത്തത്. ഈ ഒരു സമയത്ത് പറയുന്ന പേരാണെന്ത്, ഈ സമയത്താണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്, ലൂണാർ എക്ലിപ്സ് എന്ന് പറയും. ഈ ഒരു ടൈം ഇൻ്റർവെല്ലിലാണ് എന്തുണ്ടാവുന്നത്, ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. അതായത് ഭൂമിയുടെ ഷാഡോ മൊത്തത്തിൽ എവിടേക്ക് പതിക്കുന്നത്, ചന്ദ്രനിലേക്ക് പതിക്കുന്നത്. അപ്പം നമുക്ക് മൂണിനെ കാണാൻ കഴിയില്ല. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഞാൻ ലൂണാർ എക്ലിപ്സ് ഒന്നും കൂടി വായിക്കാം. As the moon revolves around the earth sometimes comes between the sun and the moon in the straight line. The earth sometimes come in between sun and the moon in a straight line. At this time, the moon will be in shadow of the earth. moon എവിടെയായിരിക്കും, എർത്തിൻ്റെ നിഴലിലായിരിക്കും. This is the lunar eclipse. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. മൂൺ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. എർത്ത് ചില സമയത്ത് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിലായിട്ട് വരും. ഇനി സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേർരേഖയിൽ വരും. അറ്റ് ദിസ് ടൈം ദ മൂൺ വിൽ ബി ഇൻ ദ ഷാഡോ ഓഫ് ദി എർത്ത്. അപ്പോൾ മൂൺ എങ്ങനെയായിരിക്കും, എർത്തിൻ്റെ നിഴലിലായിരിക്കും. സോ ദിസ് ഈസ് ദ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ടോട്ടൽ എക്ലിപ്സിൽ എന്താണ്ടാകുന്നത്, മൂൺ അപ്പിയേഴ്സ് ഡിം ഇൻ ഓറഞ്ചിഷ് റെഡ് ഇൻ കളർ. അതായത് ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറത്തിലാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണപ്പെടുന്നത്. മനസ്സിലായോ? ആ ചിത്രത്തിൽ റെഡ് കളർ കണ്ടില്ലേ, ഓറഞ്ചിഷ് റെഡ് കളർ സി എന്ന ഭാഗത്ത്. അതായത് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, നല്ല ഓറഞ്ച് റെഡ് കളറിലാണ് നമുക്ക് ചന്ദ്രനെ വിസിബിൾ ആകുന്നത്. സാധാരണ നമുക്ക് നല്ല തിളക്കമുള്ളൊരു ചന്ദ്രനെയല്ലേ കാണപ്പെടുന്നത്. എന്നാൽ പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് എന്തായിരിക്കും, ഒരു ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറത്തിലായിരിക്കും നമുക്ക് മൂണിനെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് എർത്ത് ആൻഡ് മൂൺസ് ഷാഡോ എന്ന് പറയുന്നൊരു കാര്യം. അതായത് ഭൂമിയും ചന്ദ്രൻ്റെ നിഴലും എന്ന് പറയുന്ന ഒരു ഭാഗം. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു എന്ത്, സൂര്യൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതുപോലെ ചന്ദ്രഗ്രഹണം, ലൂണാർ എക്ലിപ്സ്, ഇതൊക്കെ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യൻ്റെ രശ്മികൾ എവിടെ പതിക്കുന്നത്, ആദ്യം നിൽക്കുന്ന സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന ചന്ദ്രൻ. അപ്പോൾ ഈ മൂണിൽ ഈ സൂര്യൻ്റെ രശ്മികൾ പതിക്കുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ എവിടെയാണ് പതിക്കാം, ഭൂമിയിലാണ് പതിക്കേണ്ടത്. എന്നാൽ ചന്ദ്രന് വലിപ്പം കുറവല്ലേ, ഭൂമിയിനേക്കാളും വലിപ്പം കുറവാണ് ചന്ദ്രന്. സോ ഭൂമിനെ മൊത്തത്തിൽ മറയ്ക്കാൻ ആർക്ക് പറ്റില്ല, മൂണിൻ്റെ നിഴലിന് സാധിക്കില്ല. അത് നമുക്കറിയാം, കാരണം ഭൂമിയിനേക്കാളും ചെറുതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ നിഴലിന് എന്ത് മറയ്ക്കാൻ പറ്റില്ല, ഭൂമിനെ മൊത്തത്തിൽ ചന്ദ്രൻ്റെ നിഴലിന് മറയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് വ്യക്തമാണ് നമുക്ക്, അതായത് ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് എന്ത്, ചന്ദ്രന്റെ നിഴല് പതിക്കുന്നത്. ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമായിരിക്കുമല്ലോ ചന്ദ്രൻ നിഴല് പതിക്കുക. അല്ലാണ്ട് ഭൂമിയെ മൊത്തത്തിൽ മറയ്ക്കാൻ ചന്ദ്രന് കഴിയില്ല. ചന്ദ്രൻ എന്ന ഗോളം ചെറിയൊരു ഗോളമായതുകൊണ്ട്, ഭൂമിയേക്കാളും ചെറിയൊരു ഗോളമാണ്. ഭൂമി അകലെ ആയാലും ചന്ദ്രന്റെ നിഴലിനെ ഒരിക്കലും മറയ്ക്കാൻ സാധിക്കില്ല, കാരണം ചെറുതായതുകൊണ്ട് തന്നെ. ഓക്കെ, ഭൂമിയെ പൂർണ്ണമായിട്ടൊന്നും മറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ നിഴല് പതിക്കുന്ന ഭാഗത്തുള്ളവർക്ക് സമയം പകലാണെങ്കിലും, അതായത് ചന്ദ്രന്റെ നിഴല് ഒരു സ്ഥലത്ത് ഭൂമിയുടെ ഒരു ഭാഗത്തായിരിക്കും പതിക്കുക. ആ നിഴല് പതിക്കുന്ന ആ ഭാഗത്ത് സമയം പകലാണെങ്കിലും സൂര്യനെ കാണാൻ കഴിയില്ല. എന്താണ്
ഈ നിഴല് ഭൂമിയുടെ ഒരു ഭാഗത്തായിരിക്കും ചന്ദ്രന്റെ നിഴല് പതിക്കുക, ചെറിയൊരു ഭാഗത്തായിരിക്കും പതിക്കുക. ആ പതിക്കണ ഭാഗത്ത് പകലായിരിക്കും. പകലാണെങ്കിൽ പോലും എന്താണ്, നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കില്ല. ഓക്കെ, അതായത് ഈ അവസരത്തിൽ ചന്ദ്രൻ സൂര്യനെ കുറെ സമയത്തേക്ക് മറയ്ക്കുന്നു. അപ്പോ ചന്ദ്രൻ ആരെയാണ് ഇപ്പൊ മറയ്ക്കുന്നത്? കുറെ സമയത്തേക്ക് സൂര്യനെ മറയ്ക്കുന്നു. ഇതാണ് എന്ത്, സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി വായിക്കാം. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ വരുമ്പോൾ, ചിത്രം ശ്രദ്ധിക്കുക, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ വരുമ്പോൾ, സൂര്യന്റെയും ഭൂമിയുടെ ഇടയ്ക്ക് ആര് വരുമ്പോൾ? ചന്ദ്രൻ വരുമ്പോൾ. അതായത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയേക്കാൾ ചെറിയ ഗോളമായതിനാലും ഭൂമിയിൽ നിന്ന് അകലെ ആയിരുന്നതിനാലും ചന്ദ്രന്റെ നിഴലിനെ ഒരിക്കലും ഭൂമിയെ പൂർണ്ണമായിട്ട് മറയ്ക്കാനാവില്ല. ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് എന്ത്, ചന്ദ്രന്റെ നിഴൽ പതിക്കുന്നത് എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഈ നിഴൽ പതിക്കുന്ന ഭാഗത്തുള്ളവർക്ക് ഈ സമയം പകലാണെങ്കിലും സൂര്യനെ കാണാൻ കഴിയില്ല. അപ്പൊ ഈ അവസരത്തിൽ ചന്ദ്രൻ സൂര്യനെ കുറെ സമയത്തേക്ക് മറയ്ക്കുന്നു. ഇതാണ് എന്ത് പറയുന്നത്, സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി അതിനെ ഒരു കൺക്ലൂഷൻ രീതിയിൽ സോളാർ എക്ലിപ്സ് എന്താണെന്നുള്ളത് വായിക്കാം. വെൻ ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത്, the moon rarely comes in between the earth and the sun in a straight line. At this time, the moon shadow falls on the earth. People in the area where the moon shadow falls cannot see in the sun because the moon covers the sun. This is solar eclipse. A solar eclipse is visible only to those in the lunar shadow. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് കേട്ടോ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളാർ എക്ലിപ്സ്. ഡിഫറെൻറ്റ് സോളാർ എക്ലിപ്സസ് ആണ് ഇനി നോക്കുന്നത്. ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ട്, ആനുലാർ സോളാർ എക്ലിപ്സ് ഉണ്ട്, പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുകളിൽ വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന സോളാർ എക്ലിപ്സസ്. ടോട്ടൽ സോളാർ എക്ലിപ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയും. ടോട്ടൽ സോളാർ എക്ലിപ്സ് അതായത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നു. സൂര്യൻ ചന്ദ്രഗോളത്താൽ പൂർണ്ണമായിട്ടും മറയുന്നു. ഓക്കെ, the sun is completely screened by moon. Atmosphere at the locality is darkened. ആ ലൊക്കാലിറ്റിയിലെ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും? ഡാർക്കൻ ആയിരിക്കും. കൊറോണ ഓഫ് ദി സൺ ഈസ് വിസിബിൾ. കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രഭാവലയം ദൃശ്യമായിരിക്കും. ആ ഒരു വെളിച്ചത്തിൻ്റെ ചെറിയ ഭാഗം, അങ്ങനെ വട്ടത്തിൻ്റെ പുറമേയുള്ള പ്രഭാവലയം കൊറോണ ദൃശ്യമാകും. അതാണ് പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ്. നെക്സ്റ്റ് വന്നാണ് ആനുലാർ സോളാർ എക്ലിപ്സ്. അതായത് മൂൺ സ്ക്രീൻസ് ദ സൺ എക്സെപ്റ്റ് ദ എക്സ്റ്റേണൽ എഡ്ജസ്. അതായത് സൂര്യഗോളത്തിന്റെ പുറം വക്കുകൾ ഒഴികെയുള്ള ഭാഗം ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നു. ദ അൺസ്ക്രീൻഡ് പാർട്ട് ഈസ് വിസിബിൾ ലൈക്ക് എ റിംഗ് അറൌണ്ട് ദ ഡാർക്ക് സൺ. അതായത് മറയ്ക്കപ്പെടാത്ത ഭാഗം ഒരു റിങ് പോലെ, ഒരു വലയം പോലെ പ്രകാശിതമായിട്ട് കാണപ്പെടുന്നു. The area on the earth where the solar eclipse is visible seem to be darkened. അതായത് ഭൂമിയിലെ ഗ്രഹണ പ്രദേശത്ത് ഭാഗികമായിട്ട് ഇരുട്ട് വരക്കുന്നു. അതായത് മുഴുവനായിട്ടല്ല, അതിൻ്റെ ആ ഒരു വലയം മാത്രമേ നമുക്ക് പ്രകാശിതമാകുള്ളൂ സൂര്യൻ്റെ. ബാക്കിയൊക്കെ ഭാഗം ആര് മറയ്ക്കും? ചന്ദ്രൻ മറയ്ക്കും. സോ ഭൂമിയിലെ ഗ്രഹണ പ്രദേശത്ത് ഭാഗികമായിട്ട് ഇരുട്ട് പരക്കാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സൺ ഈസ് പാർഷ്യലി സ്ക്രീൻഡ് ബൈ ദ മൂൺ. അതായത് പാർഷ്യലി ആയിട്ടാണ്, അതായത് സൗരഗോളം ഭാഗികമായിട്ട് മാത്രമാണ് ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നത്. ദ അൺസ്ക്രീൻഡ് പാർട്ട് ഈസ് സീൻ ലൈക്ക് എ ക്രിസന്റ് ഷേപ്പ്. അതായത് മറയ്ക്കപ്പെടാത്ത ഭാഗം അല്പം മങ്ങി ചന്ദ്രകല പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദ ഏരിയ
ഓൺ എർത്ത് where solar eclipse is visibly slightly darkened. അതായത് ഗ്രഹണ പ്രദേശത്ത് പകല് മങ്ങി കുറഞ്ഞ തോതിൽ ഇരുട്ട് പരക്കുന്നു. പകല് മങ്ങിയിട്ട് കുറഞ്ഞ തോതിലായിട്ട് ഇരുട്ട് പരക്കുന്നു. അതാണ് ഭാഗിക സൂര്യഗ്രഹണം അഥവാ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ 3 ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഒന്ന് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് ആ പിക്ചർ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രഹണ സമയത്ത് നമ്മൾ നേരിട്ട് ഇപ്പോൾ ചന്ദ്രഗ്രഹണമാണെങ്കിലും സൂര്യഗ്രഹണമാണെങ്കിലും നമ്മൾ നേരിട്ട് നിരീക്ഷിക്കുന്നത് എങ്ങനെ കണ്ണിന് നല്ലതാണോ എങ്ങനെയൊക്കെയാണ് ഇനി പഠിക്കുന്നത്. ഓക്കെ, ചന്ദ്രഗ്രഹണം നേരിട്ട് അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് നേരിട്ട് നിരീക്ഷിക്കാമെങ്കിലും സൂര്യഗ്രഹണം നമുക്ക് നിരീക്ഷിക്കുന്നത് കണ്ണിന് വളരെയധികം ഹാനികരമാണെന്നാണ് പറയുന്നത്. നേരിട്ടുള്ള സൂര്യഗ്രഹണ നിരീക്ഷണം ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പൂർണ്ണമായിട്ടോ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് കാരണമാണ്. ഓക്കെ, അപ്പോൾ സൂര്യഗ്രഹണം നിരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ടുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചിട്ട് വേണം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സൂര്യപ്രകാശം ഭിത്തിയിലേക്കോ സ്ക്രീനിലേക്കോ അനുയോജ്യമായ രീതിയിൽ പതിപ്പിച്ചിട്ട് നമുക്ക് നിരീക്ഷിക്കാം. ടെലസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള സുരക്ഷിതമായ ഫിൽറ്ററുകൾ ഘടിപ്പിച്ച് നമുക്ക് വീക്ഷിക്കാം. സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ, അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ മുതലായവയൊന്നും ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ പാടില്ല. സോ നമ്മൾ സൂര്യഗ്രഹണമൊക്കെ നിരീക്ഷിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൂര്യഗ്രഹണം സോളാർ എക്ലിപ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, lunar eclipse can be observed directly, but observing solar eclipse directly is harmful to the eyes. Hence, the solar eclipse must be observed only by using filters and reflecting the sun's rays in different ways. Eclipses can be observed using quality filters in the telescopes and binoculars. Decorative glitter papers and unsafe X-ray films should not be used for observing solar eclipse. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളതിന് ഉപയോഗിക്കുന്ന കുറച്ച് ഒബ്ജക്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോളാർ ഫിൽറ്റർ സ്പെക്സ്, അതുപോലെ തന്നെ പിൻ ഹോൾ പ്രൊജക്ടർ, സോളാർ ഫിൽറ്റർ യൂസ്ഡ് ഇൻ ദ ടെലസ്കോപ്പ്, പിന്നെ അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ യൂസിങ് ടെലസ്കോപ്പ്. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതും എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചേക്കോ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് മീനിങ് ഓഫ് ദി മൂൺലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നിലാവിൻ്റെ പൊരുൾ എന്താണ് മീനിങ് ഓഫ് ദി മൂൺലൈറ്റ്. മൂൺലൈറ്റ് എങ്ങനെയാണ് മൂൺലൈറ്റ് നമുക്ക് നല്ല രീതിയിൽ കാണുന്നത്, എന്താണ് അതിൻ്റെ ഒരു അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, രാത്രികാലത്തെ ആകാശ കാഴ്ചകളിലൊക്കെ എന്നും നമ്മളെ ആകർഷിക്കുന്നത് എന്താണ്? നക്ഷത്രങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആകർഷിക്കുന്ന ഒരാളാണ് നമ്മുടെ അമ്പിളിമാമൻ അഥവാ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ അല്ലേ. അപ്പോൾ ചന്ദ്രൻ എന്ന ആൾ ആകർഷിക്കുന്നെങ്കിലും അതിൻ്റെ നിലാവെളിച്ചം ഇല്ലേ, രാത്രികാലത്ത് നമുക്ക് വെളിച്ചം തരുന്നത് ആരാണ്? ചന്ദ്രനാണ്. സ്വയം പ്രകാശിക്കാൻ കഴിയാത്തൊരു ആകാശഗോളമാണ് ചന്ദ്രൻ. സോ എങ്ങനെയായിരിക്കും ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിക്കുന്നത്? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. സ്വയം പ്രകാശിക്കാൻ കഴിയാത്തൊരു ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിപതിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നത്. സൂര്യപ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി അത് പ്രതിപതിക്കുമ്പോഴാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ സൂര്യപ്രകാശം ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും പതിക്കുന്നു. ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകൽ അനുഭവപ്പെടുന്നു. ഭൂമിക്ക് മുകളിൽ അകലെയുള്ള ചന്ദ്രനിൽ പ്രകാശം തട്ടി പ്രതിപതിച്ച് തിളങ്ങുകയും ആ ഭാഗം ഭൂമിയുടെ രാത്രി ഭാഗത്തുള്ളവർക്ക് കാണാനാവുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയാം. അമ്പിളിമാമന്, അതായത് ചന്ദ്രന്, മൂണിന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. അത് വ്യക്തമായില്ലേ? അപ്പോൾ സൂര്യപ്രകാശം ചന്ദ്രൻ്റെ മേത്ത് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിപതിക്കുമ്പോഴാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നത്. അത് മനസ്സിലായി.
അപ്പോൾ സ്വയം പ്രകാശിക്കാൻ കഴിയില്ല ചന്ദ്രന്. അപ്പോൾ ചന്ദ്രൻ്റെ മയത്തിൽ ആര് തട്ടുന്നു? സൂര്യപ്രകാശം തട്ടി അത് പ്രതിപദിക്കുമ്പോഴാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നത്. അതുവരെ മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഒരു ചിത്രം കണ്ടോ? അപ്പോൾ ഈ ചിത്രം നന്നായിട്ട് ശ്രദ്ധിക്കാം. സൂര്യപ്രകാശം ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും പതിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ ചിത്രത്തിൽ നോക്കൂ, സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലും ചന്ദ്രനിലും ഒരേ സമയം പതിക്കുന്നുണ്ട്. ഓക്കെ, ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് എന്തായിരിക്കും? അവിടെ പകലായിരിക്കും. അതും നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ഭൂമിക്ക് മുകളിലാണ് ആരുള്ളത്? ചന്ദ്രനുള്ളത്. ഭൂമിക്ക് മുകളിൽ അകലെയുള്ള ചന്ദ്രനില് പ്രകാശം തട്ടി പ്രതിപതിച്ച് തിളങ്ങുകയും ആ ഭാഗം ഭൂമിയുടെ രാത്രി ഭാഗത്തുള്ളവർക്ക് കാണാനാവുകയും ചെയ്യുന്നു. മനസ്സിലായോ? അതായത് ഭൂമിയുടെ നിഴലില്, അതായത് ഭൂമിയുടെ മുകളിലാണ് ചന്ദ്രനുള്ളത്, ഒരു അകലെയുള്ള ഭാഗത്താണ് ചന്ദ്രനുള്ളത്. അവിടേക്ക് സൂര്യന്റെ പ്രകാശം തട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഭൂമിയിൽ രാത്രി, അതായത് പകൽ സമയത്ത് ആണുള്ള ഈ സൂര്യപ്രകാശം. ഇപ്പൊ നമ്മുടെ ഇവിടെ പകലാണെന്ന് വെച്ചോളൂ. പകലില് എന്താ പറയാ, ഭൂമിയിൽ സൂര്യപ്രകാശം തട്ടുന്നു, ഇവിടെ പകലായിട്ട് കാണുന്നു. മറ്റേ ഭാഗം രാത്രിയാണ്. അതായത് ഭൂമിയുടെ നിഴലിൽ വീഴുന്ന ഭാഗം രാത്രിയാണല്ലോ. ആ ഭാഗത്തായിട്ടായിരിക്കും, അതായത് മോൾ ഭാഗത്ത് അകലെയായിരിക്കും ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പൊ ചന്ദ്രനിൽ ഈ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ രാത്രി ഭാഗത്തുള്ളവർക്കായിരിക്കും എന്ത് കാണാൻ കഴിയുന്നത്? ഭൂമിയുടെ നിഴലിന്റെ ഭാഗത്തുള്ളവർക്ക് ആയിരിക്കും എന്ത്? ചന്ദ്രനിലെ നന്നായിട്ട് തിളങ്ങി കാണാൻ സാധിക്കുന്നത്. ചന്ദ്രനിലെ ഈ പ്രകാശം തട്ടി പ്രതിപതിച്ച് തിളങ്ങി കാണാൻ സാധിക്കുന്ന എപ്പോഴാണ്? ആ രാത്രി ഭാഗത്തുള്ളവർക്കാണ്. മനസ്സിലായോ? അപ്പോൾ ചന്ദ്രന്റെ ഉപരിതലം കുന്നും കുഴികളും ഒക്കെയുള്ള പരിപരുത്ത പ്രതലാണ്. നമ്മൾ കണ്ടിട്ടില്ലേ? ചന്ദ്രന്റെ ഉപരിതലം കണ്ടിട്ടുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് മൂണിന്റെ സർഫസ് എന്ന് പറയുന്നത്. അതായത് ചന്ദ്രന്റെ ഉപരിതലം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, അപ്പൊ ചന്ദ്രന്റെ ഉപരിതലം കുന്നും കുഴികളൊക്കെയുള്ള ഒരു പരിപരുത്ത പ്രതലാണ്. ഇവിടെ സൂര്യപ്രകാശം വിസരിത പ്രതിപതനത്തിന് വിധേയമാകുന്നു. വിസരിത പ്രതിപതനം. ഓക്കെ, അപ്പൊ അങ്ങനെ വിസരിപ്പിക്കപ്പെടുന്ന പ്രകാശം ഭൂമിയിലെത്തുന്നതാണ് എന്ത്? നിലാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് മൂണിന്റെ സർഫസ് എന്ന് പറയുന്നത് റഫും അതുപോലെ തന്നെ ഹീപ്സ് ആൻഡ് ഡിപ്സ് ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് മൂണിന്റെ സർഫസ് എന്ന് പറയുന്നത്. സോ സൺലൈറ്റ് എങ്ങനെയാണ്, അതായത് പരിപരുത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ സ്കാറ്റർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത്. സൺലൈറ്റ് അണ്ടർഗോ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ അറ്റ് ദ സർഫസ്. ഈ സർഫസിൽ സ്കാറ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് ദ മൂൺ ലൈറ്റ്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എന്ത്? മൂൺ ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നിലാവ് തരുന്നത് ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ മൂൺ ലൈറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാനൊന്ന് വായിക്കാം. മൂൺ ഈസ് എ സെലസ്റ്റിയൽ സ്ഫിയർ വിച്ച് കനോട്ട് ഗ്ലോ ബൈ ഇറ്റ് സെൽഫ്. We can see shining moon on the sky because of the reflection of the sunlight from the surface of the moon. Sunlight falls on the earth and the moon at the same time. There is daytime at the part of the earth where direct sunlight falls. Above the earth, far from us, sunlight falls on the surface of the moon and it is reflected. This part seems to be shining moon from the shadowed part of the earth where there is night at that time. Moon surface is rough with heaves and dips. Sunlight undergoes scattered or diffused reflection at the surface. This reflected light is the moonlight. So moonlight is the sunlight reflection from the moon. Moonlight is the sunlight reflection from the moon. The surface of the moon is rough. Okay, at night you have experienced bright as well as dim moonlight. Okay, ഇനി moonlight എന്താണെന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. The sunlight falling on the moon surface get scattered and reaches the earth. This is moonlight that we see at night. എന്താണ് moonlight അഥവാ നിലാവ്
എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായിട്ട് അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ട് പതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് അഥവാ മൂൺലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചന്ദ്രന്റെ ഉപരിതലം റഫാണ്. സൂര്യപ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സമയത്ത് സ്കാറ്റർ ചെയ്തിട്ടാണ്, സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഇങ്ങനെ നടക്കുന്ന സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എവിടേക്ക് എത്തുമ്പോൾ, ഭൂമിയിലെത്തുമ്പോഴാണ് നമ്മൾ രാത്രിയിൽ കാണുന്ന നിലാവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഫേസസ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത്. ഫേസസ് ഓഫ് ദി മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ്റെ കലകൾ എന്ന് പറയും. ചന്ദ്രൻ ചന്ദ്രൻ ഏകദേശം ഒരു ഗോളാകൃതിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചന്ദ്രനെ പല ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണപ്പെടുന്നത്? അത് ഒന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചന്ദ്രൻ്റെ ഷേപ്പ് എന്താണ്? ഗോളാകൃതിയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ചന്ദ്രൻ്റെ പല ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണപ്പെടുന്നത്? നമുക്കൊരു സ്മൈലി ബോൾ എടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ? ഈ സ്മൈലി ബോളിൽ സ്മൈലി ഫേസിൻ്റെ മറുവശം പൂർണ്ണമായിട്ടും പെയിൻറ് ചെയ്യുക. ഒരു പരീക്ഷണമാണ് കേട്ടോ. സ്മൈലി ഫേസിൻ്റെ മറുവശം പൂർണ്ണമായിട്ടും പെയിൻറ് ചെയ്യുക. പിന്നെ സ്മൈലി ഫേസിൻ്റെ പകുതി ഭാഗം മറയുന്ന വിധം പെയിൻറ് ചെയ്യുക. പിന്നെ സ്മൈലി ഫേസ് മുഴുവൻ മറയുന്ന വിധം പെയിൻറ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? സ്മൈലി ഫേസിൻ്റെ മറുവശം പെയിൻറ് ചെയ്യുക, അതുപോലെ തന്നെ സ്മൈലി ഫേസിൻ്റെ പകുതി ഭാഗം പെയിൻറ് ചെയ്യുക, അതുപോലെ സ്മൈലി ഫേസ് മറയുന്ന രീതിയിൽ പെയിൻറ് ചെയ്യുക. ഓക്കെ, ഇതുവരെ കണ്ടോ? പെയിൻറ് ദ അതർ സൈഡ് ഓഫ് ദി സ്മൈലി ഫേസ് കംപ്ലീറ്റ്ലി, പെയിൻറ് കവറിങ് ഓഫ് ദി ഹാഫ് ഓഫ് ദി സ്മൈലി ഫേസ്, ദെൻ പെയിൻറ് കവറിങ് ദ എൻറ്റയർ സ്മൈലി ഫേസ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്മൈലി ഫേസസ് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറുപ്പിച്ച ഭാഗം നിഴൽ ഭാഗമായിട്ട് കണക്കാക്കുക, ബാക്കി ഭാഗത്ത് പ്രകാശം പതിക്കുന്ന ഭാഗമാണെന്ന് കരുതുക. ഓക്കെ, കറുപ്പിച്ച ഭാഗം നിഴൽ ഭാഗം, ബാക്കി ഭാഗം ഏതാണ്? പ്രകാശം പതിക്കുന്ന ഭാഗമാണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കുട്ടി, ഒരു ക്ലാസ്സിൽ കുട്ടി ഡെസ്കൊക്കെ വെച്ചിട്ട് കിഴക്ക് പടിഞ്ഞാറ് ദിശയുടെ ഒക്കെ കാണിച്ചിട്ടൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്ന വിധം ബോർഡുകൾ ക്ലാസ്സിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക. ചിത്രത്തിൽ കാണുന്ന വിധം ബോളുകൾ ക്ലാസ്സിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക. ഓക്കെ, സീ ദ ഫിഗർ and paint the balls as directed. Let us imagine the unpainted part as the light falling face and black painted part as the shadow face. After arranging the smiley balls, do the experiment as per the directions given. Okay, അതുപോലെ സ്മൈലി ഫേസൊക്കെ പെയിൻറ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, നിഴൽ ഭാഗം എന്താ പറയുക, ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതും അല്ലാത്ത ഭാഗം, അതായത് പ്രകാശിതമാകുന്ന ഭാഗം ഏതാണ്? പെയിൻ്റ് അടിക്കാത്ത ഭാഗമായിട്ട് നമ്മൾ കരുതുക. എന്നിട്ട് പ്ലേസ് ദ ബോൾസ് ഇൻ ദ ക്ലാസ് ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷൻസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ വീലോ. ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്താണ്? ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷനിൽ നമ്മൾ ബോളുകൾ ക്രമീകരിക്കുക. ഓക്കെ, ക്ലാസ്സിൽ വയ്ക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക, സ്മൈലി ബോളിൻ്റെ പെയിൻറ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് അഭിമുഖമായും, സ്മൈലി ബോളിൻ്റെ പെയിൻറ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിൻ്റെ അഭിമുഖമായിട്ടും, പ്രകാശത്തിന് നേരെ നിന്നാണ് അഭിമുഖമായിട്ടും, കറുത്ത പെയിൻറ് ചെയ്ത ഭാഗം പ്രകാശത്തിന് എതിർവശത്തും വരണം. അപ്പോൾ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് ഏതാണ്? സ്മൈലി ബോളിൻ്റെ പെയിൻറ് ചെയ്യാത്ത ഭാഗമാണ് വരുന്നത്. എതിർവശത്ത് എന്ത് വരണം? കറുത്ത പെയിൻറ് അടിച്ച ഭാഗമാണ് വരുന്നത്. ഓക്കെ, സ്മൈലി ബോൾ ചന്ദ്രനാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം. ബൾബ് ആരാണ്? സൂര്യനാണ്. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണ് ഏതൊക്കെ? A, B, C എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലയം ചെയ്യുമ്പോൾ, ചുറ്റുമ്പോൾ എന്താ പറയുക, വരുന്ന, അതായത് ചന്ദ്രൻ ഭൂമി പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണ് ഏതൊക്കെ? A, B, C എന്ന് പറഞ്ഞ് ചിത്രത്തിൽ കണ്ടുള്ളത്. ഇതുവരെ മനസ്സിലായില്ലേ? A, C എന്നീ ബോളുകൾക്ക് മധ്യത്തിൽ കുട്ടിയിരുന്നിട്ട് നിരീക്ഷിക്കാം. എയുടെയും സിയുടെയും മധ്യത്തിലായിരിക്കുക, കുട്ടിയിരുന്നിട്ട് നിരീക്ഷിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ കാണുന്നതെന്നാണ് നമ്മളിനി നോക്കുന്നത്. A എന്ന ബോളിൽ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും കാണുമ്പോൾ, A എന്ന ബോളിൽ
നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും കാണുമ്പോൾ ബിയിൽ പകുതി നിഴലും പകുതി പ്രകാശവുമായിട്ടാണ് കാണുന്നത്. സിയിലെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാനാകുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഏതാണ്ട് ഇതിന് സമാനമാണ് ചന്ദ്രന്റെ കാഴ്ചകളും. മനസ്സിലായോ? എ എന്ന ഭാഗത്ത് എന്താണ് പൂർണ്ണമായിട്ടും നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും കാണുന്നുണ്ട്. ബിയിൽ പകുതി പ്രകാശവും പകുതി നിഴലായിട്ട് കാണുന്നുണ്ട്. എന്നാൽ സിയിലെത്തുമ്പോഴെന്താണ് മുഴുവനും പ്രകാശിതമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ചന്ദ്രന്റെ കാഴ്ചകളും എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രനെ കണ്ടതിൻ്റെ ആകൃതിയും സ്ഥാനവും ഒക്കെയാണ് ചിത്രത്തിലെ DEF എന്ന സ്ഥാനങ്ങളിലെ നിരീക്ഷണങ്ങളിൽ ചുവടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ D, അതായത് വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ D, പൊസിഷനിലേക്ക് മൂൺ എത്തുമ്പോൾ, ചന്ദ്രൻ ഈ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം എവിടെ? ഭൂമിക്ക് അഭിമുഖമായിട്ടല്ലേ വരുന്നത്. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ടല്ലേ വരുന്നത്. നോക്കിക്കേ, ദ ഷാഡോ സൈഡ് ഓഫ് ദി മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. നെക്സ്റ്റ്, വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഈ എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. ഭൂമിക്ക് അഭിമുഖമായിട്ട് എങ്ങനെയാണ് വരുന്നത്? പകുതി പ്രകാശവും പകുതി എന്തായിട്ടാണ്? പകുതി നിഴൽ രൂപമായിട്ടാണ് വരുന്നത്. ഇനി എഫിലേക്ക് എത്തുമ്പോൾ, എഫ് എന്ന് പറഞ്ഞ സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ നോക്കൂ, എഫ് എന്ന് പറഞ്ഞ സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ട് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഒരു കുട്ടി കണ്ടിട്ടുള്ള കാഴ്ചകൾ. സൂര്യാസ്തമയ സമയത്ത് ചന്ദ്രനെ നിരീക്ഷിച്ചപ്പോൾ കണ്ടിട്ടുള്ള ചന്ദ്രൻ്റെ ആകൃതിയും സ്ഥാനമൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിയിൽ ചന്ദ്രനെ കാണാതിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അല്ലേ? ഡിയിൽ നോക്കി ചന്ദ്രനെ കാണാൻ കഴിയില്ല അല്ലേ? മൊത്തം നിഴൽ ഭാഗമാണ് വരുന്നത്. അപ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. അതായത് നിഴൽ ഭാഗം നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന അവസ്ഥ. നിഴൽ ഭാഗം നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന അവസ്ഥ. എഫിലാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനെ പ്രകാശിതമായിട്ടും കാണാം. ഡിയിൽ ചന്ദ്രനെ കാണാൻ സാധിക്കില്ല, നിഴൽ ഭാഗം നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ എഫിലാവുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഡി, അതായത് ഡി എന്ന് പറയുന്നത് അമാവാസിയും രണ്ടാമത്തെ എഫ് എന്ന് പറയുന്നത് പൗർണമിയുമാണ്. അമാവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമാവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്തൊരവസ്ഥ. നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന അവസ്ഥയാണ് ഡി, അതായത് അമാവാസി. രണ്ടാമത്തേത് എഫ്, അതായത് പൗർണമിയാണ്, അതായത് ചന്ദ്രനെ പ്രകാശമായിട്ട് കാണുന്ന അവസ്ഥ. ചന്ദ്രനെ പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ് എന്ത്? പൗർണമി എന്ന് പറയുന്നത്. അതാണ് എന്ത്? ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. അമാവാസിയും പൗർണമിയും എന്താണ് നമുക്ക് നോക്കാം. ന്യൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി, അതായത് ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥ. ദ ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈഡ് ഓഫ് ദി മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. The shadow side of the moon is completely faces the earth. We cannot see the moon on this day. ഓക്കെ, ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസിയാണ്. അപ്പോൾ മൂണിൻ്റെ ഷാഡോ സൈഡാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. സോ ആ സമയത്ത് നമുക്ക് മൂണിനെ കാണാൻ കഴിയില്ല. വി cannot see the moon on this day. Okay, full moon occurs when the illuminated part of the moon completely faces the earth. അതായത് ഫുൾ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമിയുടെ സമയത്ത് എന്താണ്? ഇല്ലുമിനേറ്റഡ് പാർട്ടാണ് നമുക്ക് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഇല്ലുമിനേറ്റഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രകാശിതമാകുന്ന മൂണിൻ്റെ ഭാഗമാണ് നമുക്ക് എർത്തിലേക്ക് അഭിമുഖമായിട്ട് വരുന്നത്. സോ ഹാഫ് മൂൺ is seen when the half illuminated and half shadow portions of the moon faces the earth. അപ്പോൾ ന്യൂ മൂൺ പറഞ്ഞു, ഫുൾ മൂൺ പറഞ്ഞു, ഇനി ഹാഫ് മൂൺ ഉണ്ടല്ലേ, ഇതിന് രണ്ടിന് നടുക്ക് വരുന്നത്. ആ സമയത്ത് എന്താണ്? ഇല്ലുമിനേറ്റഡ് പാർട്ട് ആണ് ഹാഫ് ഇല്ലുമിനേറ്റഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദി മൂൺ ഫേസസ് ദ എർത്ത്. ഹാഫ് ഇല്ലുമിനേറ്റഡും ഹാഫ് ഷാഡോ പോർഷൻസ് ആവും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസി, ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൗർണമി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ഭാഗമാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയുന്നത് വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറയും. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ. ഓക്കെ, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രം എയും ചിത്രം ബിയും കൊടുത്തിട്ടുണ്ട്. ചിത്രം എ എന്ന് പറയുന്നത് അമാവാസി മുതൽ പൗർണമി വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രൻ്റെ പരിക്രമണവും ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയുമാണ് എന്ത് ചിത്രം എയിൽ കൊടുത്തിട്ടുള്ളത്. അമാവാസി മുതൽ പൗർണമി വരെയുള്ളത്, അമാവാസി എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ മുതൽ എവിടെ വരെ, ഫുൾ മൂൺ വരെയുള്ള ആ ഒരു ചന്ദ്രൻ്റെ പരിക്രമണവും ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകളുമാണ് ചിത്രം എയിൽ കൊടുത്തിട്ടുള്ളത്. ചിത്രം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൗർണമി മുതൽ അടുത്ത അമാവാസി വരെയുള്ള പരിക്രമണവും അതിൻ്റെ ചില കാഴ്ചകളുമാണ് ചിത്രം ബിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ചിത്രങ്ങളിലും പരിക്രമണ ദിശ സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണേ. വെസ്റ്റ് ഈസ്റ്റും ഈസ്റ്റ് വെസ്റ്റും അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ബിയിൽ 2 ചിത്രത്തിലും അപ്പോൾ എയിലും ബിയിലും നമ്മൾ പരിക്രമണ ദിശ കണ്ടു. ഓക്കെ, ഇനി ചിത്രം എയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം വർദ്ധിച്ചു വരുന്നു ഇല്ലേ. ചിത്രം എ എന്ന് നോക്കിക്കേ. ന്യൂമോൺ എന്ന് പറയുന്ന അമാവാസി നാളത്തിൽ നിഴൽ രൂപത്തിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രകാശം തട്ടി 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 കണ്ടോ. ഇനി ഫുൾ മൂണായിട്ട്, അതായത് പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം ഇല്ലേ, ഫസ്റ്റ് എ എന്ന ചിത്രത്തിൽ. ബി എന്ന ചിത്രത്തിലോ ഫുൾ മൂണിൽ നിന്ന് എവിടേക്കാണ്, ന്യൂ മൂണിലേക്കാണ് പോണത്. സോ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് അല്ലേ. അപ്പോൾ ആ ചന്ദ്രൻ്റെ പ്രകാശം എന്തായിട്ട് വരുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. പൗർണമി മുതൽ അമാവാസി വരെ എന്താണ്, ചന്ദ്രൻ്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. അതും നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വൃദ്ധി ക്ഷയം എന്താണെന്ന് നോക്കാം. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ എവിടം വരെ, വെളുത്ത വാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവാണ് വൃദ്ധി എന്ന് പറയുന്നത്, അഥവാ വെളുത്ത പക്ഷം എന്ന് പറയും. വൃദ്ധി അഥവാ വെളുത്ത പക്ഷം. ഞാനൊന്നുകൂടി വായിക്കാം. When viewed from the earth, the illuminated part of the moon keeps on the increasing from the new moon to full moon. This period is known as the waxing or white halo. അതായത് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം, വൈറ്റ് ഹാലോ എന്ന് പറയും. ഇനി ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ ബി ചിത്രം കേട്ടോ, ബി എന്ന ചിത്രം. ചന്ദ്രൻ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്നു. ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്ന് പറയുന്നത്. When viewed from the earth, the illuminated part of the moon keeps on the decreasing from the full moon to new moon. This period is known as waning or black halo. Waning or black halo. ഓക്കെ, ആ വാക്സിങ് എന്താണെന്ന് മനസ്സിലായി, വാനിങ് എന്താണെന്ന് മനസ്സിലായി. വാക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. ഇതിനെയാണ് വൃദ്ധി, വാക്സിങ്, വെളുത്തപക്ഷം, വൈറ്റ് ഹാലോ എന്ന് പറയുന്നത്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ക്ഷയം, കറുത്ത പക്ഷം, ബ്ലാക്ക് ഹാലോ അല്ലെങ്കിൽ വാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണെന്ന് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. വാക്സിങ് ആൻഡ് വാനിങ്, വൃദ്ധിക്ഷയം is the difference in viewing the illuminated and shadow portions of the moon as it revolves around the earth. Waxing and waning is the difference in the viewing the illuminated and shadow portions of the moon as it revolves around the earth. ഓക്കെ, അതായത് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണെന്ത് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്, അഥവാ വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി ഈ എന്താ പറയുക ഫുൾ മൂണും ന്യൂ മൂണൊക്കെ നമ്മുടെ കലണ്ടറിൽ എന്താ പറയുക അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ഫുൾ മൂണ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വട്ടം ഷെയ്ഡ് ചെയ്യാത്തൊരു സർക്കിൾ ഷേപ്പിലും, ന്യൂ മൂൺ എന്ന് പറയുന്നത് അമാവാസി അതൊരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു വട്ടത്തിലാണ്, സർക്കിളിലാണ് കാണപ്പെടുന്നത്. സോ അത് നമ്മുടെ കലണ്ടറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് എന്താ ഡേറ്റ് ഓഫ് ദി ഫുൾ മൂൺ. ഇപ്പോൾ 2023 കലണ്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ദ ഡേറ്റ് ഓഫ് ദി ഫുൾ മൂൺ ഇൻ ദ കലണ്ടർ മെയ് 5 അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ദി ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ മെയ് 19 ഓക്കെ. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തി എഴുതുക. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കലണ്ടർ എന്ന് പറയുന്നത് തൊട്ടടുത്ത 2 മാസങ്ങളിലെ പേജുകളാണ്. അപ്പോൾ കലണ്ടറിൻ്റെ തീയതിക്ക് താഴെയായിട്ട് ചില ദിവസങ്ങളിൽ കറുത്ത വട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് അമാവാസിയായിട്ടും ഷെയ്ഡ് ചെയ്യാത്ത വൃത്തം രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗർണമിയായിട്ടും മനസ്സിലാക്കി. ഓക്കെ. ഒന്നാമത്തെ പൗർണമി അല്ലെങ്കിൽ അമാവാസിക്ക് അടുത്ത അമാവാസിക്ക് അല്ലെങ്കിൽ പൗർണമിക്ക് ഇടയിലുള്ള ദിവസം എണ്ണി നോക്കുക. ഇനി പൗർണമി അല്ലെങ്കിൽ അമാവാസി നിന്ന് അടുത്ത അമാവാസി പൗർണമിക്കുള്ള ദിവസങ്ങളുടെ ഇടവേളകളും എണ്ണി നോക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു അമാവാസിയിൽ നിന്ന്, അതായത് മെയ് 19 ഒരു അമാവാസി എന്ന് പറയുന്നത്, ആദ്യത്തെ അമാവാസി കണ്ടത്. മെയ് 19 തൊട്ട് അടുത്ത അമാവാസിയിലെത്താൻ, അടുത്ത അമാവാസി എവിടെയാണ്? ജൂൺ 18. ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ദിവസമാണ്? 30 ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലേക്ക് എത്താൻ എത്ര ദിവസം എടുത്തു? 30 ദിവസം എടുത്തു. ഇതുപോലെ ഒരു പൗർണമിയിൽ നിന്ന് മെയ് 5 അടുത്ത പൗർണമി ജൂൺ 4 എത്താൻ എത്ര ദിവസം എടുത്തു? 30 ദിവസം എടുത്തു. സോ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ 27 to 1/3 ദിവസമാണ് വേണ്ടത്. 27 to 1/3 ദിവസമാണ് വേണ്ടത്. എന്നിട്ടും ഇവിടെ 30 ദിവസമാണ് എടുത്തത്. മനസ്സിലായോ? ചന്ദ്രന് ഭൂമിയെ പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ 27 ദിവസത്തിൻ്റെ അത്രയൊരു ദിവസമേ വേണ്ടൂ. പക്ഷേ ഇവിടെ എത്ര ദിവസം എടുത്തു? നമ്മൾ മെയ് 19 to ജൂൺ 18 വരെ അമാവാസി, അല്ലെങ്കിൽ മെയ് 5 മുതൽ ജൂൺ 4 വരെ 30 ദിവസമാണ് എടുത്തത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് നോക്കാം. അതായത് ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് 365 ദിവസം വേണം. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 ദിവസം വേണം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ച് കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് കർത്തവാവ് മുതൽ അടുത്ത കർത്തവാവ് വരെ 29.5 ദിവസങ്ങൾ വരുന്നത്. ഈ വർഷത്തെ കലണ്ടർ ഉപയോഗിച്ചും ഇതേ പരിശോധനകൾ നടത്തി നിരീക്ഷണം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഞാനൊന്നും കൂടി വായിക്കാം. അതായത് ഭൂമിക്ക് ഒറ്റത്തവണ ചന്ദ്രനെ പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഭൂമിക്ക് ഒറ്റത്തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് 365 ദിവസം വേണം. അത് മനസ്സിൽ വയ്ക്കും. 365 ദിവസം വേണം ഭൂമിക്ക് ഒറ്റത്തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ. ഓക്കെ. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യനെ പരിക്രമണം ചെയ്യുന്ന പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ച് കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കേണ്ടി വരുന്നു. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ച് കാണാൻ ചന്ദ്രൻ അതേ പാതയിൽ കൂടെ കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. സോ ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്തവാവ് മുതൽ അടുത്ത കർത്തവാവ് വരെ 29.5 ദിവസങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് പറയാം. ദ എർത്ത് നീഡ്സ് 365 and 1/4 days to revolve around the sun once.
By the time the moon revolved around the earth once, the earth would have traveled some distance in its orbit with the moon around the sun. Thus, the changes occurs to the position of the earth. Hence, the moon will have to travel some more distance in the same path to repeatedly see the phases of the moon. It takes more than 2 days for this. That is why it takes 29 and a half days from the one new moon to the next new moon. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞ ഭാഗമാണ്, വിലയിരുത്താം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ, ചെക്ക് ദ ഓർബിറ്റൽ പാത്ത് ഓഫ് ദി മൂൺ അറൗണ്ട് ദ എർത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ചിത്രം നിരീക്ഷിച്ചിട്ട് ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ്റെ പരിക്രമണ പാത പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദി ലൂണർ എക്ലിപ്സ് ഏതാണ്, അതായത് ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ഏതാണ്? ബി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനമാണ് ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന അത്. ഓക്കെ, ഇനി അടുത്തത് ദ പൊസിഷൻ ഓഫ് ദി കംപ്ലീറ്റ് ലൂണർ എക്ലിപ്സ്. ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്ന സ്ഥാനം ഏതാണ്? സി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്, അറിയാം നമുക്ക്. നെക്സ്റ്റ് ദ പൊസിഷൻ വെർ ദ ലൂണർ എക്ലിപ്സ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടെയാണ്? ഡി എന്ന സ്ഥലത്താണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥാനം ഏതാണ്? ഡി എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ്റെ ഭൂമിക്ക് ചന്ദ്രനെ എങ്ങനെ ചുറ്റുന്നത്, ആ മാർക്കിംഗ് ഉണ്ടോ? അപ്പോൾ ബിയിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെയാണ് പോകുന്നത്, എ ബി സി ഡി ഇ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത് ബിയിൽ, പൂർണ്ണമായിട്ടും കാണുന്നത് സിയിൽ, അവസാനിക്കുന്നത് ഡിയിൽ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ മാച്ചിങ് ദ ബോക്സസ് അപ്രോപ്രിയേറ്റ്ലി. അതായത് ഈ ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് താഴെക്കോട്ട് ഇരിക്കുന്ന പട്ടിക ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ, ഈ ഒരു ചിത്രം നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് വരുമ്പോൾ എന്താണ്? ഡി എന്ന സ്ഥാനത്ത് എന്താണ്? അവിടെ ഭൂമിയുടെ എന്താണ് നിഴലാണ് വരുന്നത് അല്ലേ. എന്താണ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ മാച്ചിങ് ദ ബോക്സസ് അപ്രോപ്രിയേറ്റ്ലി. ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്തെത്തുമ്പോൾ എന്താണ്? ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അമാവാസിയാണ്. അമാവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ന്യൂ മൂൺ ആണ് അല്ലേ. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇയിലേക്ക് എത്തുമ്പോൾ എന്താണ് പൊസിഷൻ? ഇയിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താണ്? അർദ്ധചന്ദ്രനായിട്ടാണല്ലേ കാണുന്നത്, ഹാഫ് മൂൺ ആയിട്ടാണ് കാണുന്നത് അല്ലേ. അത് പകുതി നിഴൽ ഭാഗം പകുതി പ്രകാശിതമായിട്ടാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇയിലേക്ക് എത്തുമ്പോൾ എന്താണ്? പൊസിഷൻ എഫിലേക്ക് എത്തുമ്പോൾ എന്താണ്? എഫിലേക്ക് എത്തുന്ന സമയത്ത് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? പൗർണമി അഥവാ ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗിവൺ ബിലോ, ടേക്ക് ദ കറക്റ്റ് വൺസ്. അതായത് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രസ്താവനകൾ ശരിയായ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. എ ഫുൾ മൂൺ ഈസ് ദ ഡേ വെൻ ദ പാർട്ട് ഓഫ് ദി മൂൺ ഓൺ വിച്ച് ദ സൺലൈറ്റ് ഫോൾസ് ഈസ് കംപ്ലീറ്റ്ലി വിസിബിൾ ഫ്രം ദ എർത്ത്. അതായത് സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്ന ദിവസമാണിന്ന് പൗർണമി. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്ന ദിവസമാണെന്ന പൗർണമി. ശരിയാണ്. നെക്സ്റ്റ്, വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ ദൃശ്യമാകും. ദ വാക്സിംഗ് ക്രിസൻറ്റ് മൂൺ ഈസ് വിസിബിൾ ഓവർ ഹെഡ് അറ്റ് സൺസെറ്റ്. ശരിയാണ് തെറ്റാണ്? വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ ദൃശ്യമാകും. ശരിയല്ലേ? കറക്റ്റാണ്. ദ വാക്സിംഗ് ക്രിസൻറ്റ് മൂൺ ഈസ് വിസിബിൾ ഓവർ ഹെഡ് അറ്റ് ദ സൺസെറ്റ്. നെക്സ്റ്റ്, ദ പീരീഡ് ഓഫ് ദി റെവല്യൂഷൻ ഓഫ് ദി മൂൺ ആൻഡ് ദ പീരീഡ് ഓഫ് ദി ഡ്യൂറിംഗ് വാക്സിംഗ് വിൽ ബി വിസിബിൾ ആർ ദ സെയിം. അതായത് ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാവുന്ന കാലയളവും തുല്യമാണ്. ആണോ? ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാവുന്ന കാലയളവും തുല്യമാണോ? അല്ല, തെറ്റാണല്ലേ.
നെക്സ്റ്റ്, കർത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ. സോളാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺലി ദ ന്യൂ മൂൺ ഡേ. കറക്റ്റാണല്ലേ, കർത്താവ് ദിവസം മാത്രമാണ് സൂര്യഗ്രഹണം സംഭവിക്കുകയുള്ളൂ. സോളാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺലി ദ ന്യൂ മൂൺ ഡേ. ഓക്കെ. നെക്സ്റ്റ്, ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺലി വെൻ ഫുൾ മൂൺ ഡേ. ലൂണാർ എക്ലിപ്സ് വെളുത്തവാവ് ദിവസങ്ങളിൽ മാത്രമാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുകയുള്ളൂ. കറക്റ്റ് അല്ലേ? അതും കറക്റ്റാണ്. ലൂണാർ എക്ലിപ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന വെളുത്തവാവ് ദിവസങ്ങളിലാണ്. ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് വെൻ ഫുൾ മൂൺ ഡേയിലാണ്. ഓക്കെ. നെക്സ്റ്റ്, ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺ ദ ഫുൾ മൂൺ ഡേയ്സ്. എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാവണമെന്നില്ല. ഇല്ലല്ലോ, വെളുത്താവ് ദിവസങ്ങളിൽ മാത്രമാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുള്ളൂ. എന്നാൽ എല്ലാ പൗർണമി ദിവസങ്ങളും ചന്ദ്രഗ്രഹണം ഉണ്ടാവുമോ? ഇല്ല കേട്ടോ, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമിന് ഒരുങ്ങുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം. Bye. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.